വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹവുമായി പുൽപ്പള്ളിയിൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ സ്ഥലത്ത് പോലീസ് ലാത്തിചാർജ് പ്രയോഗിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പോൾ കൊല്ലപ്പെട്ടത്. ശേഷം ഇന്നിപ്പോൾ പോളിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വയനാടേക്ക് എത്തിക്കുകയുണ്ടായി. പുൽപ്പള്ളിയിൽ പൊതുദർശനത്തിന് വെക്കുകയായിരുന്നു. തുടർന്നാണ് വനം വകുപ്പിന്റെ വാഹനം നാട്ടുകാർ തടയുകയും ശേഷം അവിടെ പ്രതിഷേധം അക്രമാസക്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയും ചെയ്തത്. ജനങ്ങളടക്കം വ്യാപക പ്രതിഷേധമാണ് ഇതിന് പിന്നാലെ അഴിച്ചുവിട്ടത്. LDFും UDFും BJPയും ഒപ്പം ചേർന്ന് നടത്തുന്ന ഒരു ഹർത്താലായിരുന്നു ഇന്ന് വയനാട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുൽപ്പള്ളിയിലാണ് വ്യാപക പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇന്ന് ദിവസം കടുവ ആക്രമിച്ചു കൊന്ന പശുവിന്റെ മൃതദേഹമടക്കം പശുവിന്റെ ജഡമടക്കം വനംവകുപ്പിന്റെ വാഹനത്തിൽ കെട്ടിവെച്ചുകൊണ്ടായിരുന്നു ജനങ്ങൾ പ്രതിഷേധം നടത്തിയത്. ഒപ്പം തന്നെ വാഹനം നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തുകയുണ്ടായി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെയും പോലീസുകാർക്ക് നേരെയും അടക്കം അക്രമം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥലത്ത് സംഘർഷ സാധ്യത കുറച്ചധികം നേരമായി 2.5 മണിക്കൂറോളം പിന്നിട്ടിരിക്കുകയാണ്. സംഘർഷ സാധ്യത ഇപ്പോഴും സ്ഥലത്ത് നിലനിൽക്കുകയാണ്. എന്നാൽ അതിനിടയിലും ജനപ്രതിനിധികളുമായി കളക്ടർ നടത്തിയ ചർച്ചയിൽ കൊല്ലപ്പെട്ട പോളിന്റെ ഭാര്യയ്ക്ക് സ്ഥിര ജോലിയും മകൾക്ക് ഉന്നത വിദ്യാഭ്യാസവും അടക്കം നൽകാനുള്ള തീരുമാനങ്ങൾ ആയിരുന്നു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ചേരുകയാണ്. അനൂപ്, സ്ഥലത്ത് ഇപ്പോൾ അക്രമം ശക്തമാകുന്ന ഒരു സാഹചര്യമാണോ? പോലീസ് ലാത്തിചാർജ് അടക്കം ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു വിവരങ്ങളാണ് ലഭിക്കുന്നത്. പോലീസ് ലാത്തിചാർജ് നടത്തുകയാണ്. സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് ഏതായാലും പുൽപ്പള്ളിയിൽ സാഹചര്യങ്ങൾ നീങ്ങി. MLA-മാർ സർവകക്ഷി യോഗത്തിൽ നടന്ന തീരുമാനങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് നാട്ടുകാർ ഒരു വിഭാഗം പ്രതിഷേധക്കാർ തടഞ്ഞു. ഇതേ തുടർന്ന് MLA-മാർക്കെതിരെ കയ്യേറ്റ ശ്രമമുണ്ടായി. MLA IT ബാലകൃഷ്ണനെതിരെയും സിദ്ദിഖ് MLA-ക്കെതിരെയും അതോടൊപ്പം ജനപ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾക്കെതിരെയും ഒരു വിഭാഗം തിരിയുകയും അവർക്ക് നേരെ കുപ്പികൾ വലിച്ചെറിയുകയും ഒക്കെ ചെയ്തു. അത് ഒരു സംഘർഷത്തിലേക്ക് നയിച്ചു. പോലീസ് ലാത്തി വീശി. ഉടൻ സംഘടിച്ചെത്തിയ ചില നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അത് വലിയ രീതിയിൽ ലാത്തി വീശുന്ന ഒരു നടപടികളിലേക്ക് പോയി. ഏതായാലും പുൽപ്പള്ളിയിൽ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഒരു സാഹചര്യങ്ങൾ പോലീസിന്റെ ഒരു ആദ്യം പോലീസ് സംയമനം പാലിച്ചെങ്കിലും പിന്നീട് MLA-മാരെ ആക്രമിക്കുന്നതിലേക്ക് ചില നീങ്ങിയപ്പോൾ പോലീസ് ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ആ രീതിയിൽ ഒരു ഒരു സാഹചര്യമാണ് പുൽപ്പള്ളിയിൽ ഇപ്പോഴുള്ളത്. അദ്ദേഹം ഈ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പോളിന്റെ സ്വദേശമായ പാക്കത്തേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് പ്രധാനമായും MLA-മാരുടെ നേതൃത്വത്തിൽ നടന്നത്. അതാണ് ചിലർ എതിർത്തതും തടഞ്ഞതും MLA-മാരെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അവർക്ക് നേരെ ആക്രമിക്കുകയും ഒഴുകുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടാക്കിയത്. ഈ ഒരു വിഭാഗം MLA-മാർക്കെതിരെ തിരികുകയും കുപ്പിയെറിയുകയും മറ്റും ചെയ്തത് പോലീസ് തടഞ്ഞു. അതാണ് ഒരു സംഘർഷത്തിലേക്ക് നയിച്ചത്. ഏതായാലും പുൽപ്പള്ളിയിലെ സാഹചര്യം ഇപ്പോൾ നിയന്ത്രണ വിധേയമായെങ്കിലും അല്പസമയം മുൻപ് പോലീസ് ലാത്തി വീശുകയും ജനങ്ങൾ പോലീസുകാർക്കെതിരെ ഒരു വിഭാഗം ജനങ്ങൾക്കെതിരെ തിരികുകയും സാഹചര്യമാണ് ഉണ്ടായത്. അനൂപ്, നിലവിൽ പുൽപ്പള്ളിയിലെ സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നാണോ മനസ്സിലാകുന്നത്? ഇപ്പോൾ ലാത്തിചാർജ് ഇല്ല എന്നുള്ളൊരു സാഹചര്യമാണോ നിലനിൽക്കുന്നത്? പുൽപ്പള്ളിയിൽ സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ് ഇപ്പോഴും. അതായത് ഒരു നാട്ടുകാർ തിരിഞ്ഞു പോയിട്ടില്ല. മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നേരത്തെ MLA-മാരുടെ നേതൃത്വത്തിൽ നേരത്തെ നടന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ജനങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഒരു വിഭാഗം ആംബുലൻസ് വീണ്ടും തടയുകയും പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്യുകയും MLA-മാരെ ആക്ഷേപിക്കുകയും ആക്രമിക്കുകയും ഒഴിപ്പിക്കുകയും ചെയ്തത്. ഇത് പോലീസ് തടഞ്ഞു. പോലീസ് അവരെ ലാത്തി വീശി ഓടിക്കാൻ ശ്രമിച്ചു. പിന്നെ ഇത് ഒരു വിഭാഗം സംഘടിച്ചെത്തി വീണ്ടും തടയുകയും ആക്രമിക്കാൻ ഒഴുകുകയും എല്ലാം ചെയ്തു. ഏതായാലും MLA-മാർക്കെതിരെയാണ് ഇത്തരത്തിലൊരു നീക്കമുണ്ടായത്. MLA IT ബാലകൃഷ്ണനോ അതോടൊപ്പം സിദ്ദിഖ് MLA-യും കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കുപ്പിയേറ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വിഭാഗം നടത്തിയത്. ഇത് നാട്ടുകാർ ഉൾപ്പെടെ എത്തെങ്കിലും ഒരു വിഭാഗം ആക്രമണത്തിലേക്ക് മുതിരുകയായിരുന്നു. അതാണ് സാഹചര്യങ്ങൾ ഈ രീതിയിലേക്ക് എത്തിച്ചതായാലും പോലീസ് ഇപ്പോൾ സമരക്കാരുമായി ചർച്ച നടത്തുകയാണ്. ആവശ്യമെങ്കിൽ ഈ സമരക്കാരെ തിരിച്ചുവിടുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാനാണ് പോലീസ് തീരുമാനം. ഏതായാലും ആംബുലൻസ് കിട്ടുകയും പുൽപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പോളിന്റെ വീട്ടിലേക്ക് പോകാനായിട്ടില്ല. അത് നാട്ടുകാർ തടഞ്ഞിട്ടിരിക്കുകയാണ്. അനൂപ്, വൈകുന്നേരമാണ് പോളിന്റെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഉടൻ തന്നെ പോളിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടോ? ശക്തമായ പ്രതിഷേധം തന്നെയാണ് സ്ഥലത്ത് നടക്കുന്നത്. വൈകുന്നേരം സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടില്ല. അത് ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടായതിനു ശേഷമുള്ള ബന്ധുക്കളുടെ തീരുമാന പ്രകാരമായിരിക്കും അതെന്നാണ് നേരത്തെ തന്നെ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സമരവും പ്രതിഷേധവും എല്ലാം നീണ്ടത്. ഇതിനിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേരച്ചിറയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പശുവിന്റെ മൃതദേഹവുമായി ഒരു വിഭാഗം ഈ സ്ഥലത്തേക്ക് എത്തുകയും അക്രമ സംഭവങ്ങൾ നടത്തുകയും ചെയ്തത്. വനംവകുപ്പിന്റെ മുകളിൽ ഈ വളർത്തു പശുവിനെ
കെട്ടിയിടുകയും പോലീസുകാരെയും അതുപോലെ വനപാലകരെയും അവർ ആക്രമിക്കുകയും എല്ലാം ചെയ്തു. ഇതാണ് സാഹചര്യങ്ങളെ ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് നീക്കിയത്. അതിനുശേഷം നടന്നതാണ് സർവകക്ഷി യോഗം. ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിൽ ADM പങ്കെടുത്ത യോഗത്തിൽ MLA-മാരും ജനപ്രതിനിധികളും പങ്കെടുത്തിരുന്നു. ഇതിൽ ഈ പ്രശ്നക്കാരനായിട്ടുള്ള ആനയെ ഐഡന്റിഫൈ ചെയ്യാനും മൈക്കൂടി വയ്ക്കാനും തീരുമാനമുണ്ടായി. അതോടൊപ്പം ഈ കുടുംബത്തിന്റെ നഷ്ടപരിഹാരം 40 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ നൽകാനും 10 ലക്ഷം രൂപ അടിയന്തരമായി നൽകാനും തീരുമാനിച്ചു. കുടുംബത്തിന്റെ ഭാര്യയ്ക്ക് സ്ഥിര ജോലി, കുട്ടിയുടെ മകളുടെ വിദ്യാഭ്യാസ ചെലവുകൾ, ഉന്നത വിദ്യാഭ്യാസ ചെലവുകൾ ഏറ്റെടുക്കാനും തീരുമാനമുണ്ടായി. ഇത്തരത്തിൽ ഈ പ്രശ്നത്തിൽ പരിഹാരത്തിന് ഒതുക്കുന്ന തീരുമാനങ്ങൾ യോഗത്തിലുണ്ടായി. എന്നാൽ ആ യോഗ തീരുമാനങ്ങൾ നാട്ടുകാരോട് വിശദീകരിക്കവെയാണ് ഒരു വിഭാഗം MLA-മാർക്കെതിരെയും ജനപ്രതിനിധികൾക്കെതിരെയും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കെതിരെയും ഒരു വിഭാഗം അക്രമോത്സുകരായി നീങ്ങിയത്. ഇതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ലാത്തി വീശി 2 തവണ പോലീസ് ലാത്തി വീശി. ജനങ്ങൾ എന്നാൽ പിരിഞ്ഞു പോയിട്ടില്ല. ഒരു വിഭാഗം ഇപ്പോഴും ഒരു സംഘർഷത്തിന് മുതിർന്ന് നിൽക്കുന്നുണ്ട്. അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. എന്നാൽ അത് ഫലം കണ്ടിട്ടില്ല. ആംബുലൻസ് അറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം പുൽപ്പള്ളിയിൽ ഇപ്പോഴും തുടരുകയാണ്.